ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബലവും ശക്തിയും ദൈവം നൽകേണ്ടതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പാട്ട് പാടി ഈ ശുശ്രൂഷ തീരുന്നതുവരെ ഇതിന് തടസ്സമാകുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, പക്ഷേ ആ ഫോൺ ആരും ദയവായിട്ട് ഉപയോഗിക്കരുത്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമാണ് എന്നുള്ളത് ഓർക്കണം. എല്ലാവരും അത് സൈലന്റ് മോഡിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി ഇപ്പോളെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി കൊണ്ടെയുള്ളം നീറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ അന്ത്യവരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തി നീയേ നാഥാന്തികയുള്ള മകൾ ശക്തി നീയേ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി ഇപ്പോളെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വമുണ്ടാ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ,
നിന്നോടുകൂടെ അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും മണവാളനും മണവാട്ടിയും പരിപൂർണതയിലേക്ക് വരികയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടിയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടി മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സര സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റും. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച് ആനന്ദം അരുളിയ ദേവായ എന്നേക്കും സ്തോത്രം. കരുണാകരനം മശിഹായേ തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷക വലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭമശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ വാനോർ ഭൂവാസികൾ വന്നേച്ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മെശിയാ തമ്പുരാന് തന്റെ മക്കളുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തിൽ നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളും സ്തുതിയും ബഹുമാനവും വന്ദനവും നീക്കി യോഗ്യമായിരിക്കുന്നു. ആമേൻ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നന്ദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോന്നിയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. തന്റെ കൃപയാലും വിപുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. മണവാട്ടി, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. തന്റെ മെശിഹാമൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവ സ്വീകരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടി സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകുകയും അടക്കമതുക്കം കൊണ്ട് ഇവരെ അലങ്കരിക്കുകയും ചെയ്യട്ടെ. ഇസാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കുകയും പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ ഈ മണവാട്ടി അലങ്കരിക്കുകയും ചെയ്യട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന പ്രേരണകളിൽ നിന്ന് ഇവരെ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായി ഞങ്ങളുടെ അപേക്ഷ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ അവർ സദാ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർഷിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീമായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഹോശോ വബുൽ സുബാല വൽമിൻ. ആമേൻ. ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേൻ വിഘ്ന
വിഗ്രഹഭക്തി ചുറ്റിച്ചെന്നെ. വഞ്ചകനാം ദുഷ്ടനു കാഷ്ടം, രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം, സ്നാനത്താൽ വിശുദ്ധാത്മന്റെ. ആയുധമെന്നെ ചാത്തീത്താൻ, മാംസം രക്തം മോദീരമായി. ഇട്ടു തന്നാൽ വിരലിന്മേൽ, മണവാളൻ താൻ സൂര്യനോപ്പം. മണവാട്ടി പകലോടു തുല്യം, പരിമളവൃക്ഷത്തോടങ്ങനെ വിരുന്നാ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഫലം 30-ആയും 60-ആയും 100-ആയും നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലെ ആദ്യ ഭാഗ ശുശ്രൂഷയായ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ പൂർണ്ണമായത്. രണ്ടാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയാണ്. ദയവായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് അല്പസമയം 2-3 മിനിറ്റ് ഇവർക്കുള്ള പ്രബോധനം ആണ് നൽകുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവരവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട എബിൻ ജിജി, ദൈവനമ്പുരാൻ ഇന്ന് നിങ്ങളെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബ ജീവിതം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അനുഭവമാണെന്ന് ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. പൂർവ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ ദൈവം എങ്ങനെയാണോ അനുഗ്രഹിച്ചത്, അതേ അനുഗ്രഹമാണ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. എന്താണ് കുടുംബം? ദൈവനമ്പുരാൻ ഈ ലോകത്തിൽ മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി മനുഷ്യന് ഒരു തുണയെ നൽകുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ആദാമിനെ ദൈവനമ്പുരാൻ സൃഷ്ടിച്ച് ആദാമിൻ്റെ വാരിയലുകളിൽ നിന്ന് ഒന്ന് എടുത്ത് ആ വാരിയലിന് ദൈവനമ്പുരാൻ അസ്ഥി മാംസവും ഒക്കെ പിടിപ്പിച്ച് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അധിഷ്ഠിതമാണ്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിൽ നിന്ന് കുടുംബജീവിതം വഴിമാറിപ്പോകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് രൂപപ്പെടും. അതുണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. എങ്ങനെയാണ് അതിന് സാധിക്കുക? എപ്പോഴും ഒരു ഉദാഹരണം ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച്, അത് നൂൽപ്പാലത്തെ കൂടെയുള്ള ഓട്ടം. നൂൽപ്പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ചുവടും ശ്രദ്ധാപൂർവം വയ്ക്കണം. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നാം നിൽക്കുന്ന ഇടത്ത് നിന്ന് താഴെ വീണു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, എബിനും ജിജി എപ്പോഴും ഓർക്കണം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതമാണ്. അതിനകത്ത് ഓരോ ചുവടും, എവരി സ്റ്റെപ്പ് ശ്രദ്ധാപൂർവം വയ്ക്കണം. ഓരോ ചുവടെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്ക്, ഉപയോഗിക്കുന്ന ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. കുടുംബജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും എല്ലാ കുറവുകളൊന്നും കാണാൻ കഴിയത്തില്ല. എവനും ജിജിക്ക് ഒരിക്കലും അവരുടെ കുറവുകളെ ആ സമയത്ത് കാണാൻ പറ്റത്തില്ല. കാരണം 6 മാസം കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ജിജി ആരാണെന്നും എബിൻ ആരാണെന്നും അന്യോന്യം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ താളപ്പുഴ ആരംഭിക്കുക. ബലഹീനത അറിയുമ്പോൾ വെറുക്കാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ കുറവിനെ പരിഹരിക്കാനാണ് ദൈവനമ്പുരാൻ എനിക്ക് പങ്കാളിയെ തന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ പരിഹരിക്കാനാണ് ദൈവനമ്പുരാൻ എനിക്ക് ഇതിനെ തന്നിരിക്കുന്നത്, ഒരു പങ്കാളി തന്നിരിക്കുന്നത്. എബിൻ്റെ കുറവ് പരിഹരിക്കാനാണ് ജിജിയെ ദൈവനമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. ജിജിയുടെ കുറവിനെ പരിഹരിക്കാനാണ് എബിനെ കൊടുത്തത്. അതുകൊണ്ട് പരസ്പര പൂരകങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കുറവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും.
യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ കുറവുകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടവനാണ്. മറവി ഉണ്ടായിരുന്നു എൻ്റെ കർത്താവിന്. നമ്മൾ ചെയ്തെല്ലാം കർത്താവ് ഓർത്തിരുന്നായിരുന്നെങ്കിൽ നമ്മളോട് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നമ്മൾ ഓർക്കണം, നമുക്ക് പലതും മറക്കാൻ കഴിയണം, പലതും പൊറുക്കാൻ കഴിയണം, കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ബലഹീനതകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണമുണ്ട്, ഒരു പ്രലോഭനമുണ്ട്. അത് പറഞ്ഞും മറ്റുള്ളവരെ മുറിപ്പെടുത്തുക. നിങ്ങൾ ഒരാളുടെ കുറവ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആ കുറവ് പറഞ്ഞ് അത് വേദനിപ്പിക്കാനുള്ള മാർഗമായി ഉപയോഗിക്കുക. ചില കുറവുകൾ, ചില ബലഹീനതകളൊക്കെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ കുറവിനെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പരിഹരിക്കാൻ അവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പങ്കാളി. എബിൻ്റെ കുറവ് കണ്ടെത്തിയാൽ ആ കുറവിനെ പരിഹരിക്കാനാണ് ആരെ ആക്കിയിരിക്കുന്നത്? ജിജിയെ ആക്കിയിരിക്കുന്നത്. ജിജിയുടെ കുറവിനെ കണ്ടെത്തിയാൽ ആ കുറവിനെ പരിഹരിക്കാനാണ് എബിനെ ദൈവം തമ്പുരാൻ ആക്കിയിരിക്കുന്നത്. അങ്ങനെ പരസ്പര കൈത്താങ്ങൽ, പരസ്പര കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഭൂമിയിലെ ദൈവരാജ്യമാണ് കുടുംബം. അവിടെയാണ് ഒരുപാട് കുടുംബങ്ങളെ കണ്ടിട്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എത്ര സന്തോഷകരം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ഒരേ അഭിപ്രായമേ ഉള്ളൂ. കാരണം എന്നാന്നറിയാം, അഭിപ്രായം രണ്ടായിരിക്കും, പക്ഷേ ഒരിക്കലും അവർക്ക് അല്ലാതെ പറയാൻ പറ്റുകയില്ല. കാരണം അദൃശ്യമായിരിക്കുന്ന ഒരു ശക്തി അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവ മുൻപാകെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ സംതൃപ്തി ഒരിക്കലുമല്ല. ദൈവം നിങ്ങളെ ഇന്നാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവം അദൃശ്യമായി ഞാൻ മാറിപ്പോകും. നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ച ആളുകളെ നിങ്ങൾ ഇനി കാണുകയില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞാൻ കടപ്പെട്ടവനാണ്. പ്രാർത്ഥിക്കാം. ഞാൻ ഓരോ ഇടവയിലും ചെല്ലുമ്പോൾ ഞാൻ എത്ര പേരെ വിവാഹം കഴിപ്പിച്ചു എന്നുള്ളത് എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും അവരെന്നെ ഓർത്തില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഇത്രയധികം ആളുകൾ ഞാൻ ഇടവയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ പറയും, ഇത്ര ആളുകളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്, ഇത്ര കുഞ്ഞുങ്ങളെ ഞാൻ മാമോദിസ കഴിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പേരെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും പറഞ്ഞ് ചിലപ്പോൾ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട്, ചില ജീവിതത്തിന് അനുഭവങ്ങൾ കൊണ്ട് മരണമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, എത്രയോ പേരെ. അപ്പോൾ ഞാൻ നിങ്ങളും നിൽക്കുന്ന ഈ ലോകത്ത് നിങ്ങളെ ദൈവം തമ്പുരാനാക്കും നിങ്ങളൊരു സുന്ദരമായ ഒരു അനുഭവമാണ് കുടുംബം. എനിക്കൊന്ന് ഞാൻ ഒരു വാക്കൂടെ കടത്തി പറയട്ടെ, ക്ഷമിക്കണം നിങ്ങൾ. ഏറ്റവും നന്മയുള്ളതും ഏറ്റവും നാറിയതുമാകാം കുടുംബം. ഒന്നിൽ ഏറ്റവും നന്മയുള്ളത്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കില്ല. എപ്പോഴും ഓർത്തണം. ഒന്നിൽ ഏറ്റവും അനുഗ്രഹമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നാറ്റമുള്ളത്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് ഏറ്റവും മനോഹരമാക്കാനും അതിനെ ഏറ്റവും മോശമാക്കാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് രണ്ടുപേരോട് എനിക്കത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് ഇതിൻ്റെ താക്കോൽ, നിങ്ങളുടെ കയ്യിലാണ്. ഇന്ന് ഞാൻ ആ താക്കോൽ നിങ്ങളുടെ രണ്ടുപേരെ ഏൽപ്പിച്ചു വിടുകയാണ്. എബിൻ്റെ കയ്യിലും ജിജിയുടെ കയ്യിലും ഓരോ താക്കോൽ ഞാൻ തരിക. ശ്രദ്ധാപൂർവ്വം നിങ്ങൾ തുറക്കുന്നു. മനസ്സിലായി? ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ശ്രദ്ധാപൂർവ്വം. ആവശ്യമില്ലാതെ പിടിച്ച താക്കോൽ വളഞ്ഞു പോകുന്നു. തുറക്കാനൊക്കത്തല്ല. ജീവിതം മുഴുവൻ നാശമാകും. അതുകൊണ്ട് ഈ താക്കോൽ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണം. കുടുംബജീവിതത്തിൻ്റെ താക്കോൽ അതിരുന്നത്. ആ താക്കോൽ നിങ്ങളുടെ കൈവശം തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വിനിയോഗിക്കണം. ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി നിങ്ങളത് തീർക്കണം. എന്നാൽ ഞാൻ പറഞ്ഞത് മറ്റേത് കേൾക്കാൻ ഇടവരരുത്. എൻ്റെ പട്ടത്തെ ശുശ്രൂഷയിൽ 21 വർഷത്തിൻ്റെ ശുശ്രൂഷയിൽ ഇതെല്ലാം കഴിഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. അക്രൈസ്തവനായ ഹിന്ദു ജഡ്ജിയുടെ മുമ്പിൽ പോയി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതിന് ഞാൻ 2-3 പ്രാവശ്യം പോയി ഈ രജിസ്റ്ററൊക്കെ പൊക്കിക്കുന്നു. കാരണം കല്യാണം നടത്തുന്ന വികാരിയച്ഛനും ചിലപ്പോൾ കോടതിയിൽ നിന്ന് സമൻസൊക്കെ വരും ഈ ചില ഡൈവോഴ്സ് കേസിൽ. എൻ്റെ പട്ടത്തെ ശുശ്രൂഷയിൽ 3-4 പോയി. ഒരിടത്ത് പോയപ്പോൾ ജഡ്ജി എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്തേ ഫാദർ, എന്നെ ഇപ്പോഴും അത് ചിന്തിപ്പിക്കും. എന്തേ ഫാദർ യോജിപ്പിച്ചതിനെ പ്രാർത്ഥിച്ചിട്ടല്ലായിരുന്നു? എൻ്റെ ചങ്കിൽ ഇടിവെട്ടിപ്പോയി. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഫാദർ, ഞാൻ ഒരുപാട് പേരെ പിരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് അദ്ദേഹം ഒരു വാക്കൂടെ പറഞ്ഞു, എന്തേ ഫാദർ ക്രിസ്ത്യാനികൾ ഇത്രയും കൂടുതൽ വിവാഹ മോചനത്തിൻ്റെ വക്കൽ? ഞാൻ ഒരു കുറ്റവാളിയെ പോലെ ഞാൻ തലകുനിച്ചു നിന്നു. കാരണം നിങ്ങളോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ ചെയ്ത ഞാനും കുറ്റക്കാരനാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. ഇത് പറയാതെ കല്യാണം കഴിപ്പിച്ചതുകൊണ്ട്. മനസ്സിലായി? അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ താക്കോൽ ഇന്ന് നിങ്ങളുടെ തരിക.
ശ്രദ്ധാപൂർവം, ഓരോ ചുവടും ശ്രദ്ധാപൂർവം വെച്ച്. അപ്പം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന് ഒരു മനോഹരമായ, അത് ഏറ്റവും വലിയ പർദീസ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സ്വർഗം. നമ്മളിനി പോകാനിരിക്കുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പോകാനിരിക്കുന്ന അതൊരു പൂർത്തീകരണമാണ്. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ അനുഭവിക്കാൻ പോവാം. ശരിക്കും ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് എന്താണ്? കുടുംബമാണ്. ഏറ്റവും മനോഹരമായ കുടുംബം. ആ കുടുംബം ദൈവം തമ്പുരാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ട് ഒരു വാണിംഗ് ഉണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങളൊക്കെ, അതായത് ഒരു സാധനം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് അല്ലേ? ഏത് സാധനം എടുത്താലും ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത് അതിനകത്ത് ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കും, കെയർഫുള്ളി അല്ലേ? ആണോ? ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ? കെയർഫുള്ളി. അപ്പം നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചോണം, കുടുംബജീവിതം കെയർഫുള്ളായിട്ട് നയിക്കണം. കെയർഫുൾ. സംശയം, എന്തെല്ലാം സാത്താൻ്റെ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഞാൻ ഒരാളെന്നെ, ഒരു ഇടവകയിൽ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ എനിക്ക് ജീവിക്കാനേ പറ്റുന്നില്ല. എന്താ? സംശയം. സാത്താനാണ്. കാരണം എന്തുകൊണ്ടാണ്? വിശ്വാസം നഷ്ടപ്പെട്ടിടത്ത് എന്ത് പോയി? വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നത് കല്യാൺ ജുവലേഴ്സിന്റെ പരസ്യമല്ല, പക്ഷെ നമ്മുടെ പരസ്യമായിട്ട് നമ്മൾ എടുക്കണം. വിശ്വാസമാണെല്ലാം. കല്യാൺ ജുവലേഴ്സ് പറഞ്ഞതുകൊണ്ട് അതാകുന്നില്ല. പക്ഷെ അത് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എന്തും ഗ്രഹിക്കും? സംശയം വർദ്ധിക്കും. സംശയം വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? തൊട്ടതെല്ലാം സംശയങ്ങൾ. ജസ്റ്റ് ഒരു ഫോൺ എടുത്താൽ പോലും സംശയം. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരിക്കൽ ഒരു ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അവൻ അനാവശ്യമായ ഒരു കാര്യത്തിൽ ഇടപെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താ? വലിയൊരു കോൺഫിഡൻസ്. ശരിയോ തെറ്റോ അത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ആ ഭാര്യയ്ക്കുള്ള വിശ്വാസം അതാണ്. അവിടെയാണ് സംശയമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു പ്രലോഭനം കൂടിയാണ് ഈ കുടുംബജീവിതം. ആ പ്രലോഭനത്തെ അതിജീവിക്കണം. എങ്ങനെ അതിജീവിക്കുന്നത്? വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടെ ചേർന്ന് അതിജീവിക്കുമ്പോൾ ഏറ്റവും സ്വീറ്റ് ആയിരിക്കും കുടുംബം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കുടുംബം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇത് ഇപ്പം കേൾക്കുന്ന പോലെ പിന്നെ കേൾക്കത്തില്ല. എന്ത് കേൾക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും. നോ, ഇപ്പം നിങ്ങൾ കേൾക്കണം. നിങ്ങളിത് കേട്ട് ഈ പാതയിൽ നടക്കണം. യോശുവ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എല്ലാ ദിവസവും ഒരുമിച്ച് സന്തോഷിക്കുന്നതിൻ്റെ അവസരം. പണക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾ എവിടെ വിചാരിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകും. ഞാനും എൻ്റെ ഭാര്യയും വഴക്കുണ്ടാകും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അന്ന് രാത്രിയാകുമ്പോൾ പ്രശ്നം അവസാനിച്ചു. മനസ്സിലായി? കിടക്കാൻ പോകുന്നതിന് മുൻപേ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈഗോ ഒന്നും ആവശ്യമില്ല. ഈഗോ ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ് പലരുടെയും കുടുംബജീവിതം. ഈഗോ വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല കുടുംബം. നോ, അത് ഞാനിവിടെ വെച്ച് ഈ മധുബായിൽ വെച്ച് നിങ്ങളോട് പറയട്ടെ, ഈഗോ വർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. എന്തെങ്കിലും ഭാര്യയെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിനോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഹയറാർക്കി ഒന്നുമില്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഹയറാർക്കിക്കൽ ഓർഡർ ഒന്നുമില്ല. ദൈവം തമ്പുരാൻ രണ്ടും പൂരകങ്ങളാണ് അല്ലേ? ഒന്നിനോടാണ് ചേരുന്നത്. മനസ്സിലായി? ഞാൻ ഒരിക്കലും ഒരാളെ ഡിഗ്നിറ്റിയിൽ കുറച്ച് കാണുന്നില്ല. ഭർത്താവിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പറയാൻ തയ്യാറാകണം, സോറി. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാത്തൊരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ പറയാത്തൊരു വാക്കുണ്ടെങ്കിൽ അതേ ഉള്ളൂ. ജിജി ഒരു തെറ്റ് ചെയ്താൽ ജിജി പറയാൻ തയ്യാറായിരിക്കണം, സോറി. കാരണം എന്താണെന്നറിയോ? അത് വലിയ വിലയുള്ളത്. എനിക്ക് തോന്നുന്നത് സാധാരണ പിടിച്ചവനെ കൊണ്ട് പറയാൻ പറ്റുന്നൊരു വാക്കല്ല സോറി. അത് വലിയ ബലമുള്ളവനെ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തത് തെറ്റാണ്. നമ്മൾ എപ്പോഴും ഓർക്കണം, ഞാൻ ചെയ്യുന്നതിനകത്തൊക്കെ കുറവുകളുണ്ടാവാം. പട്ടത്ത ശുശ്രൂഷയിൽ ഞാൻ അച്ഛനായി ശുശ്രൂഷ ഏൽക്കുമ്പോൾ ഒരു സീനിയർ അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു വാചകം ഞാൻ വല്ലപ്പോഴും ഒക്കെ ഓർക്കും. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഓർത്തോണം, നമുക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. നമുക്ക് തെറ്റ് വന്നാൽ നമ്മൾ ആരോടും മടിക്കേണ്ട ആവശ്യമില്ല. സേ സോറി. അത് പറയാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് കുടുംബജീവിതത്തിൽ ആദ്യം. മനസ്സിലായി? അത് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു നോക്കിക്കേ. പല ആളുകളും ഞാനത് ഒരു കുടുംബത്തോട് പറഞ്ഞപ്പോൾ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആളും കരഞ്ഞു, കേട്ടയാളും കരഞ്ഞു. എന്തൊരു വലിയൊരു ഹീലിംഗ് നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പറയുമെന്ന് വിചാരിച്ചില്ല, പറഞ്ഞു. അവിടെ വലിയൊരു ഹീലിംഗ് നടന്നു. ഹീലിംഗ് നടന്നു, വലിയ ബന്ധം കൂടുതൽ ശക്തമായി. അയ്യോ, എൻ്റെ ഭർത്താവ് എന്നോട് ക്ഷമ പറയുമോ? നോ, അങ്ങനെ വേണ്ട. എന്നോട് പറയണ്ട, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവള് ഉടനെ പറയാൻ തുടങ്ങി, എന്നിലും ഞാൻ അങ്ങനെ പ്രകോപിപ്പിച്ചത് കൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ രണ്ടുപേരും നിരന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതുകൊണ്ട് വേർപാടിന്റെ നടിച്ചുവരുകളെ അവൻ ഇടിച്ചു കളഞ്ഞു.
അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അനുഗ്രഹീതമായ, ഏറ്റവും ഞാൻ പറഞ്ഞ നാറ്റം വമിക്കുന്നതല്ല, ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായ ഒരു കുടുംബം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനാണ് ഞാൻ ആശംസിക്കുന്നത്. മറ്റേതെല്ലാം നിങ്ങൾ മറന്നേക്കുക. അതുകൊണ്ട് ബഹ്റൈൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവക നിങ്ങളെ പ്രതി സന്തോഷിക്കുന്നു. നിങ്ങളെ കുടുംബമായി ചേർക്കുന്നതിൽ ഞാൻ ഏറെ ആനന്ദത്തോടെ ആയിരിക്കുന്നു. ഇന്ന് പല പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ നിങ്ങളുടെ വിവാഹം നടത്തണം എന്ന് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് നടന്നത്, എൻ്റെ നിശ്ചയമല്ല. സ്കോട്ട്സ് വിൽ, ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. ആ ദൈവത്തിൻ്റെ നിശ്ചയത്തിനനുസരിച്ച് നിങ്ങളെ ചേർത്ത് ഈ ഇടവകയുടെ എല്ലാ മംഗളങ്ങളും പ്രത്യേകാൽ ഞാൻ നേരുകയാണ്. എല്ലാ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഈ ഇടവക നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ജിജി പുതുതായിട്ടാണ് ഓർത്തഡോക്സ്, പ്രത്യേകിച്ച് ജിജിയുടെ മദറിനെയും സഹോദരിയെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ സന്തോഷം എനിക്ക് മനസ്സിലാക്കാം, അവരുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒരുപാട് വന്നു. കാരണം എല്ലാവർക്കും വലിയ സ്വപ്നമുണ്ട് അല്ലേ. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങൾ. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ വൈകാരികമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അവരുടെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കണ്ണുനീര്. അപ്പോൾ ഒരുപക്ഷെ പിതാവിൻ്റെ ആ അഭാവത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ഒരു സ്ഥാനത്ത് കൈപിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരപ്പൻ്റെ സ്ഥാനത്തോട് വെച്ച് നിന്ന് ചെയ്യുന്നതാണ്. അതെനിക്ക് ഊഹിക്കാം, എനിക്കത് മനസ്സിൽ കാണാനായിട്ട് പറ്റും, അത് മുമ്പിൽ നിന്ന് കാണാം. അതുകൊണ്ട് ഞാൻ അമ്മയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ആ വെല്ലുവിളികൾ, ഭയങ്കര വെല്ലുവിളികളായിരുന്നു മുൻപിലുള്ളത്. തന്നെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുക, 2 പേരും കൂടെ പോരാടേണ്ട പോരാട്ടം ഒറ്റയ്ക്ക് പോരാടുക. അങ്ങനെ പോരാടിയിട്ടാണ് നിങ്ങളെ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ ജീവിതത്തെ വെല്ലുവിളികൾ നേരിട്ട്, ആ വെല്ലുവിളി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു അനുഭവമല്ല, വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സധൈര്യം നേരിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് മകളുടെ ആ വിവാഹം വന്ന് ഇവിടെ കാണാൻ ദൈവം നമ്പുരാൻ ഇടയാക്കി. സഹോദരിക്കാണെങ്കിലും അതൊരു അത്ഭുതമാണ്. കാരണം ഇന്നിപ്പോൾ വിസ കിട്ടാനൊക്കെ വലിയ പ്രയാസം. എന്നാൽ പരിമിതികളുടെ ഉള്ളിൽ നിങ്ങൾക്ക് 2 പേർക്കും നാട്ടിൽ നിന്ന് വന്ന് സംബന്ധിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവകയുടെ എല്ലാ അനുമോദനവും ആശംസയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ വന്നതിലുള്ള പ്രത്യേകമായ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ ശക്തരായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എബിനും ജിജിക്കും എല്ലാ മംഗളങ്ങളും ഈ സെന്റ് പോൾസ് ഇടവകയുടെ പേരിൽ ഞാൻ നേരുന്നു, മംഗളങ്ങൾ അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 1 മിനിറ്റ് കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവേ, എബിനു വേണ്ടിയും ജിജിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ ഒരുക്കിയ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ തരുന്നു. അവരുടെ മാതാപിതാക്കളിലൂടെ അവർക്ക് ലഭിച്ച ആത്മീയമായ നൽവരങ്ങൾക്കായി സ്തോത്രം. അവരെ ഒരുക്കിയ ഇടവകകൾ, പ്രത്യേകിച്ച് ജിജിയുടെ മാതൃ ഇടവക, ദാനാമ്പടി മാവേലിക്കരയിലുള്ള ഓർത്തഡോക്സ് ഇടവക, ആ ചുറ്റുപാടുകൾ, അതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരിലൂടെയൊക്കെ ലഭിച്ച ആത്മീയമായ നൽവരങ്ങൾക്കായി സ്തോത്രം. എബിനെ ഒരുക്കിയ ഇടവകൾ, പ്രത്യേകിച്ച് മാമോദിസ നൽകിയ ഇടവക, ജംഷഡ്പൂരിലായിരുന്ന കാലഘട്ടങ്ങളിലുള്ള ആത്മീയമായ അനുഭവങ്ങൾ, ഇവിടെ ആയിരുന്നപ്പോഴുള്ള ആത്മീയമായ അനുഭവങ്ങൾ, അതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. നന്ദി പറയുക കർത്താവേ. ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ അവരൊന്നാക്കപ്പെടുമ്പോൾ ദൈവകൃപ അവർക്ക് നൽകണമേ, അവരെ അനുഗ്രഹിക്കണമേ. അടിയൻ ചേർക്കുമ്പോൾ സ്വർഗം അത് കാണുന്ന ദൈവമാണ്. ആ ദൈവം കണ്ട് പ്രസാദിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. താങ്ക് യു വെരി മച്ച്. 2ാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ഈ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ മണവാളനും മണവാട്ടിയും രാജാവും രാജ്ഞിയുമാണ്. നിങ്ങളുടെ തലയിൽ വെക്കുന്നത് കിരീടമാണ്. അതിനാണ് കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ എന്ന് നാം പറയുന്നത്. എന്താണ് കിരീടം? നമുക്കറിയാം, രാജാവിനും രാജ്ഞിയുമാണ് എന്നുള്ള സങ്കല്പമാണ് സഭയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ തലയിൽ എന്താണ് വെക്കുന്നത്? കുരിശാണ് വെക്കുന്നത്. മനസ്സിലായി? അതായത് നിങ്ങളുടെ ആ അനുഭവത്തിന്റെ അടയാളം എന്ന് പറയുന്നത് കുരിശാണ്. കുരിശ് വെച്ചാണ് നിങ്ങളെ ആശീർവദിക്കുന്നത്. അതൊരു സഭയുടെ ആശംസയാണ്.
അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അനുഗ്രഹ കുരിശ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ നാം എല്ലാവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണ വിരുന്നിന് അഴിഞ്ഞുപോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴമക്കാരോടുകൂടി നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടിയും അവരുടെയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവ മാതാപിതാക്കളെ വാഴ്ത്തിയതായിട്ടുള്ള ദൈവം തമ്പുരാൻ ഈ മാതാപിതാക്കളെ, ഈ പ്രിയപ്പെട്ടവരെ വാഴ്ത്താൻ സഭയായിട്ട് ആശംസിക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷയാണ് ഇനി നടക്കുന്നത്. അത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അതായത് കുരിശ് പട്ടക്കാരൻ കുരിശ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ പട്ടക്കാരനോടൊപ്പം കുരിശ് വരയ്ക്കണം. ജനങ്ങൾക്ക് ദേവാ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി പറയുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ഇസ്ഹഖുറഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രൈമിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്നതായി നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠമാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീയ കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. കർത്തനെ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ ഹാലേലൂയ. തവ രക്ഷയിലവനേറ്റം മോദിക്കും. നന്മയിനനുഗ്രഹം മുൻപിടുന്നവനെ നീ ഹാലേലൂയ ഹാലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ പൂട്ടുന്നു പാറിക്കുമോ.
സഭയായുള്ളവേ, മണവാളൻ നിന്റെ മണവറയെ സ്വർഗാതിസ്വർഗങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ മേലുള്ള പ്രഭുത്വങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും മേലായി അത്യുന്നതങ്ങളിൽ നിന്നെ കരയേറ്റിയിരിക്കുന്നു. സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രം തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂ തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിലിരുന്ന് തനിക്ക് വന്ദനം അടച്ചുകൊണ്ടിരിക്കുന്ന ആത്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ മക്കളുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്നതിനേക്ക് തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലും ഓടുടനെ മൗതീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചേളുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമേയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹാദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ആമീൻ. ജാതീൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി. ശ്ലേമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേൻ കാട്ടകൾ നിന്നധരം പൊഴിക്കുന്നു. അങ്കികൾ സുഗന്ധി നീസാൻ കുസുമമ്പോൾ സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. ബാർക്കുമോ. കാന എന്ന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ,
നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെ ഞങ്ങളുടെ കഴുത്തുകളെ വണങ്ങിയിരിക്കുന്ന നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലം കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെ ഇവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തു നിന്ന് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആമീൻ. പൗലോസ് ശ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും. എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും ചെയ്യുമാറാകണമേ. മഹത്വമുള്ളവനും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ ഒന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം ഞങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മരണ പര്യന്തത്തോളം ഒരുമിച്ച് ജീവിപ്പാനായിട്ട് തന്നെ. മരണ പര്യന്തത്തോളം ഒരുമിച്ച് ജീവിപ്പാനായിട്ട് തന്നെ. ഞാൻ എവങ്കേലിയൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടാവും കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതിയും തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്നു യേശുമിശിഹാ വിശുദ്ധ വിവാഹത്തെ കുറിച്ച് ഇപ്രകാരം നമ്മെ ഉപദേശിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ഈ യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ വീക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നരുളി ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒന്നത്രേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെയും തിരുനാമത്തിൽ
വാഴ്ത്തപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. നാഥകാരുണ്യത്താൽ കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാട്ടി ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. നാഥകാരുണ്യത്താൽ കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാട്ടി ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീതിയിൻ മുടിയെ നിങ്ങൾക്കായി മുടഞ്ഞിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മാനു സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാട്ടി ശിരസിന്മേൽ കാഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളിൽ നിന്ന് നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മെസ്സിയ
സത്യത്തിന്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടപ്പെടട്ടെ. മശിയാതൻ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മലാഖ് നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയും ചെയ്യട്ടെ. അബ്രഹാം, ഇസാക്ക്, യാക്കോവിലും യാക്കോബ് ഔസേപ്പിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. ഏതൻ തോട്ടത്തിനുടയോനേ, എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. ഇളങ്കാറ്റത്തു കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി. വിശുദ്ധനാം സത്യമണവാള, കരുണ ചെയ്കന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നെ നീ. കർത്തനേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി. വിശുദ്ധനാം സത്യമണവാള, കരുണ ചെയ്കന്നിൽ ശരണം നീയേ. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിയിടണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ വാഴ്ത്തുക നാഥ. ദമ്പതികളെയും അവരാവനാമത്തിൽ നീ വാഴ്ത്തുക. ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ വാഴ്ത്തിയിടുക. നിന്നടിയാർ വാഴികളിൻ സ്തുതിയെ നാഥാ നീ വാഴ്ത്തിയിടുക. വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എന്റെ വാത്സല്യമുള്ള സഹോദരേ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല കാര്യങ്ങളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും പരിശുദ്ധ സ്ലീവായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും
ഹൃദയവിചാരങ്ങളെ അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചാർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമീൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. രണ്ടുപേരും മുന്നോട്ട് വന്നു. എബിൻ ജിജി ഇന്ന് മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും വലിയ പദവിയുമാണ്. നിങ്ങൾ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയോടുകൂടി ജീവിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബജീവിതത്തിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം. ദരിദ്രരെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കണം. തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുകയും വേണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിന്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും തികഞ്ഞ സഭാസ്നേഹത്തിലും നിങ്ങൾ വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം നമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ മണവാളനും മണവാട്ടിയും തങ്ങളുടെ ആദ്യത്തെ സ്തോത്ര കാഴ്ച അർപ്പിക്കും. വിവാഹ രജിസ്റ്ററിൽ അവർ ഒപ്പുവെക്കും. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ നമ്മുടെ രജിസ്റ്ററിൽ ഒപ്പുവെക്കാനായിട്ട് മുന്നോട്ട് വരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അവർ ഇപ്പോൾ ആദ്യമായി ദേവാലയത്തിൽ വന്ന് അവരുടെ ആദ്യത്തെ സ്തോത്ര കാഴ്ച ഇപ്പോൾ അർപ്പിക്കും. വധൂവരന്മാർ അവരുടെ രജിസ്റ്റർ, ഇടവക രജിസ്റ്ററിൽ, വിവാഹ രജിസ്റ്ററിൽ അവരിപ്പോൾ ഒപ്പുവയ്ക്കുന്നതാണ്. രണ്ട് സാക്ഷികൾ മുൻപോട്ട് വന്നാൽ സ്പെല്ലിംഗ് എന്താ? ഹൗസ് അല്ലേ?